വർഷം 2100. ദിവസങ്ങൾ ആഴ്ചകളായും, ആഴ്ചകൾ മാസങ്ങളായും, മാസങ്ങൾ വർഷങ്ങളായും കടന്നുപോയി. ഞാനിന്ന് ഒറ്റയ്ക്ക് കവറിൻ്റെ ഉള്ളിലാണ്. എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കുടുംബക്കാരോ ചങ്ങാതിമാരോ ഇന്ന് എൻ്റെ കൂടെ ഇല്ല. ഞാൻ എൻ്റെ ചോര നീരാക്കി പടർത്തിയെടുത്ത എൻ്റെ സ്വപ്നമായിട്ടുള്ള വീടുണ്ടല്ലോ, അവിടെ ആരൊക്കെയോ താമസിക്കുകയാണ്. ഞാൻ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ എൻ്റെ വണ്ടിയിൽ നിന്ന് ഓടാണ്ട് ഗ്യാരേജിൽ തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളെല്ലാം പഴകിയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി ഇന്നും അവിടെ വഴക്കിടുകയാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, എന്തിനായിരുന്നു ഇതെല്ലാം? ഇവിടെ ഞാൻ ഒറ്റക്കാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതിലൊരു ചെറിയ തിരുത്തുണ്ട്. ഇവിടെ എനിക്ക് എൻ്റെ കൂടെ കൂട്ടിനൊരാളുണ്ട്. ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തികൾ, കണ്ണ് നനഞ്ഞുകൊണ്ടുള്ള നമസ്കാരങ്ങളും ദുആകളും, ആരും അറിയാതൊക്കെ ഞാൻ ചെയ്ത ചെറിയ ചെറിയ സ്വതക്കകളും, ഞാൻ ഓതി ഖുർആനുകളും, ഇതോടെ കബറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു പാഠമുണ്ട്. ഈ ഭൂമിയിലെ ഒരു സുഖങ്ങളും ഒരു നേട്ടങ്ങളും ശാശ്വതമല്ല. എല്ലാം പെട്ടെന്ന് ഒരു നാൾ അവസാനിക്കും. നമ്മളിവിടുന്ന് ഒന്നും കൊണ്ടുപോകില്ലടോ. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളല്ലാണ്ട് ആരും തന്നെ എനിക്കന്ന് അവിടെ കൂട്ടിനുണ്ടാവില്ല. പിന്നെ മരണം എന്നത് ഒരവസാനമല്ലല്ലോ, അതൊരു പുതിയ തുടക്കമല്ലേ.